ഇന്ന് എനിക്ക് വല്ലാത്ത വേദന ഉണ്ടായി. ഒരു മുസ്ലിയാർ, അയാൾ ചിലപ്പോൾ കുറച്ച് 110 110 എന്ന് പറഞ്ഞാൽ പ്രബോധനം ദൈവത്ത് നടത്തുന്നതിന് ചില ശൈലിയുണ്ട്. നമ്മൾ പൊട്ടാ എന്ന് പറഞ്ഞിട്ടല്ല ദൈവത്ത് നടത്തേണ്ടത്, മറിച്ച് യാ ബുനയ്യ യാ കൗമി, അങ്ങനല്ലേ അമ്പിയാക്കളൊക്കെ എൻ്റെ ജനങ്ങളെ, എൻ്റെ കുഞ്ഞു മോനെ, ഇങ്ങനെയൊക്കെയല്ലേ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. പ്രബോധനത്തെ എടാ വട്ടാന്നണ്ട പ്രബോധനം നടത്തൽ. എന്നിട്ടുള്ള എല്ലാ ആലിമീങ്ങളെയും ശഹീദന്മാരെയും നിസ്സാരപ്പെടുത്തിയിട്ട് ഞാൻ മാത്രം തിരിയുന്ന ആളെന്നുള്ള ശൈലിയിൽ ആരും പ്രബോധനം നടത്താൻ പാടില്ല. ഇരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ് ഇന്ന് എനിക്ക് ഈ ഫോണിലുണ്ട്. അയാൾ പറയുന്നത് 10 കൊല്ലം കഴിഞ്ഞാൽ സുന്നികൾ മുഴുവനും പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകും, എഴുതി വെച്ചോളൂ, അത് നടന്നിട്ടില്ലെങ്കിൽ എൻ്റെ കാത് മുറിച്ചോളൂ. അപ്പോൾ 10 കൊല്ലം അയാൾ ജീവിക്കുന്ന അയാൾ എങ്ങനെയാ പറയാ? ഇയാളെ കാത് മുറിക്കണേ 10 കൊല്ലം ജീവിക്കുന്നു ഗ്യാരണ്ടി കിട്ടണ്ടേ അയാൾ എങ്ങനെയാ അത് പറയാ? ഇതേപോലെ 10 കൊല്ലം കൊണ്ട് സുന്നികൾ പള്ളിയിലേക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്ന അയാൾ എങ്ങനെയാ പറയാ? ഇവിടെ ഈ മുജാഹിദ് പ്രസ്ഥാനം വന്നിട്ട് എത്ര കൊല്ലമായി പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ബുദ്ധിയും ഇവരുള്ള ഒരൊറ്റ പെണ്ണിന്ന് വരെ പോയിട്ടുണ്ടോ? അത് പോവില്ല. അയാൾ അങ്ങനെ പ്രഖ്യാപിക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് സുന്നത്തി ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഈമാനുള്ള ഒരൊറ്റ പെണ്ണും പള്ളിയിലേക്ക് പോവില്ല, യാതൊരു സംശയവും വേണ്ട. എങ്ങനെ അവർ പോകും? അവർ വിശ്വസിച്ചത് അശ്ഹദു അന്ന മൗലവി റസൂലുള്ളാഹ് എന്നല്ല, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ്. അള്ളാഹ് പറഞ്ഞയച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയാണ് പറഞ്ഞു ഉബയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈർ. ആ നബി തങ്ങളെ ധിക്കരിക്കുന്ന സ്ത്രീകൾ മാത്രമേ പള്ളിയിൽ ജുമാ ജമാഅത്തിന് വേണ്ടി പോവുള്ളൂ, യാതൊരു സംശയവും ഇല്ല.